മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഇനി ഇവളെ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവളുടെ കൂടെ നീയും കൂടി പുറത്തു പോകും, കാലെണ്ണയുടെ പൈസയും ഞാൻ തരില്ല എന്ന് പറയുന്നുട്ടോ. അതേസമയം കരുണ അപ്പം പറയുന്നുണ്ട്, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ദുർഗ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇനി ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. പിന്നെ നീ ഗർഭിണിയാണെന്ന് കരുതിയിട്ട് നിൻ്റെ മുത്തശ്ശി ഉണ്ടാക്കി തരുന്ന പോലെ പല വിഭവങ്ങളും ഒന്നും ഉണ്ടാക്കി തരാൻ എനിക്കെ കൊണ്ട് പറ്റില്ല. ഇവിടെ എല്ലാവർക്കും എന്താണോ വയ്ക്കുന്നത് അത് കഴിക്കുക, അത് കഴിച്ചതിന് ശേഷം അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോളണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ പറയും, നീ വിളിച്ചിട്ട് ഇവളെ മുകളിലേക്ക് കൊണ്ടുപോയി എന്ന് പറയണം കേട്ടോ. പിന്നീട് ദുർഗ കണ്ണനോട് ചോദിക്കും, മോനെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഇവളെ ഇങ്ങോട്ടേക്ക് കയറ്റുന്നത് എന്ന് ചോദിക്കുമോ. അമ്മയ്ക്ക് ഇപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മോൾക്ക് ഇവളിവിടെ ഇരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അതേപോലെ തന്നെയാണ് ലേഖയ്ക്കും ഇവിടെ വന്നിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഇനി എന്താ ചെയ്യുക, ഞാൻ അവൾക്ക് ഒരു അവസരം കൂടി കൊടുത്തിരിക്കുകയാണ്, ആ അവസരം അവൾ എന്ത് ചെയ്യും നോക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം പോവുകയാണ് കേട്ടോ. പിന്നീട് കണ്ണൻ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മോഹിനിയും അതേപോലെ തന്നെ ലക്ഷ്മിയും കൂടി കുഞ്ഞിനെയൊക്കെ കൊഞ്ചിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. കണ്ണനെ കാണും കേട്ടോ. പിന്നീട് കണ്ണൻ ആശുപത്രിയിൽ പോകും കേട്ടോ. ആശുപത്രിയിൽ പോയതും തന്നെ മോഹിനിയോട് കണ്ണൻ പറയുന്നുണ്ട്, അവൻ കൊണ്ടുവന്നു കരുണേ എന്ന് പറയുന്നു കേട്ടോ. അവൻ കൊണ്ടുവന്ന മോനെ ചോദിക്കും. അതെ, അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ശരി, അമ്മയുടെ മോൾക്ക് ഞാൻ ഒരവസരം കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിനി അവളെ അവിടെ നിർത്തില്ല എന്ന് പറയണം. അതിനെന്താ മോനെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ശിക്ഷിക്കാനുള്ള അർഹതയും അധികാരവും നിങ്ങൾക്കുണ്ട് എന്ന് പറയും. അവൻ അച്ഛൻ മരിച്ചു എന്ന് തോന്നിയിട്ടും അവൻ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. അവൻ ഇന്ന് വരെ പൈസയുടെ കാര്യം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതുപോലെ മഹിയോട് കണ്ണൻ പറയും, നീ ഇനി ഞാൻ പറയുന്നത് കേൾക്കണം. ആ മേഘനാഥനും അമ്മാവൻ്റെ വീട്ടുകാർക്ക് 10 പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അത് ശരി, സമ്മതിക്കണം കേട്ടോ മഹാലക്ഷ്മി. അതേപോലെ തന്നെ ഉണ്ണിയുടെ കാര്യത്തിലും എന്തെങ്കിലും തീരുമാനം എടുക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മോഹിനി പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് കേട്ടോ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മുത്തശ്ശി ജയിലിലേക്ക് പോവുകയാണ് കേട്ടോ. ജയിലിൽ പോയതിന് ശേഷം പ്രതാപനെ കാണാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും കേട്ടോ. മുത്തശ്ശി കാത്തിരിക്കുമ്പോൾ പ്രതാപം അങ്ങനെ വരികയാണ്. പ്രതാപം വന്നത് മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ്, മോനെ നമ്മുടെ മോളെ കൊണ്ടുപോയി എന്ന് പറയുന്നു. നിനക്ക് സുഖമാണോ ചോദിക്കുക. എന്താ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത്, ജയിലിൽ എന്ത് സുഖം ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മോനെ അവളെ കൊണ്ടുപോയി എന്ന് പറയും. അതേ, കൊണ്ടുപോയോ, എനിക്ക് ഭയങ്കര സന്തോഷമായി സമാധാനമായി എന്ന് പറയണം കേട്ടോ. പക്ഷേ മോനെ ഒരു കാര്യമുണ്ട്. എന്താ അമ്മയെ ചോദിക്കുമ്പോൾ, എൻ്റെ ആ വീടും സ്ഥലവും എല്ലാം ഞാൻ കൊടുത്തു, അവൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു, പിന്നെ ഉണ്ടായിരുന്ന സ്വർണവും കൊടുത്തു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ പ്രതാപൻ അങ്ങനെ തകർന്നു പോവുകയാണ് കേട്ടോ. എന്താ അമ്മ ഈ ചെയ്ത്, അമ്മയ്ക്ക് ബുദ്ധി ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. അമ്മ ഇത്രയും മണ്ടത്തരം ചെയ്തല്ലോ. അവനെ 5 ശമ്പളം കിട്ടുമ്പോൾ പോലും നമ്മുടെ കുഞ്ഞിനൊരു സാധനം വാങ്ങിക്കൊടുത്തില്ല. കണ്ണൻ എന്തെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ അവൾക്ക് കിട്ടുകയുള്ളൂ. അത്രയും പിശുക്കൻ്റെ കയ്യിൽ എന്നാലും അമ്മ കൊടുത്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, മോനെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനെയാണ്, ആ മോളെ അവൻ സ്വീകരിക്കുമോ? അവനൊന്നുമില്ലാതെ സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. എൻ്റെ മോനെ അതിനെ പറ്റിയിട്ട് ഇനി ഒന്നും പറയണ്ട. അതേ, കുഞ്ഞില്ല, അവൾക്ക് വയറ്റിലൊരു കുഞ്ഞാണ്. ഉണ്ണിയില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഭർത്താവിൻ്റെ കൂടെ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല മോനെ. അതങ്ങനെയാണ്, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നിങ്ങനെ മുത്തശ്ശി കരഞ്ഞു പറയുകയാണ് കേട്ടോ. അതേസമയം പ്രതാപനാകെ ഇനി ഒന്നുമില്ല, സർവ്വവും നഷ്ടപ്പെട്ട പോലെ ഈ പ്രതാപൻ്റെ നിൽപ്പ് കിട്ടുക. എന്തിനാ അമ്മയെ അത് കൊടുത്തത്, അതുണ്ടെങ്കിൽ അവൾക്ക് സുഖമായി ജീവിക്കാമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല മോനെ, എന്തിനു പകരമാവില്ല. അവൾക്ക് ഇപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ സാമീപ്യമാണ് അവൾക്ക് ആവശ്യം. പിന്നെ ദുർഗയൊക്കെ ആകെ മൊത്തം മാറി എന്ന് പറയും. അത് കേൾക്കുമ്പോൾ പ്രതാപം പറയും, ഇത്രയും സ്വർണ്ണവും മുതലും ഒക്കെ കൊടുത്തിട്ട് മാറിയോ മോനെ? അവളുടെ ഭർത്താവിനെയാണ് നീ കൊന്നിരിക്കുന്നത്. ആ കൊന്ന ആളുടെ മകളാണ് അവൻ്റെ മകൻ്റെ കൂടെ. പിന്നെ അവൾക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും മകനെ? അതുകൊണ്ട് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും ശരി, അവൻ അവളെ നോക്കിക്കോളും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അവൾക്ക് കൊടുത്തതൊന്നും അധികമല്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങനെ വിഷമത്തോട് പോവുകയാണ് കേട്ടോ. പിന്നീട് പ്രതാപൻ അങ്ങനെ സെല്ലിൽ നിന്ന് വരികയാണ് കേട്ടോ. വന്നിരുമ്പോൾ വാമദേവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. വാമദേവൻ അങ്ങനെ ചവിട്ടി മറിക്കുകയാണ് കേട്ടോ. നീ ഒരുത്തൻ കാരണമാണ് എൻ്റെ കുടുംബജീവിതവും കംപ്ലീറ്റ് തകർന്നത് പറഞ്ഞിട്ട്. എന്താടാ എന്ന് ചോദിക്കേണ്ടത്. വാമദേവനെ പിടിച്ച് തല്ലുകയാണ് കേട്ടോ. അതേസമയം പോലീസുകാർ വന്നിട്ട് പിരിച്ചു വിടുകയാണ്. നിങ്ങൾ ഇവിടെ തല്ലുകൂടാതെ പുറത്ത് പോവുക
പോകില്ലേ, അപ്പം പോയി തല്ലുകൂടി എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതേസമയം എന്നിട്ട് ഇവർ രണ്ടുപേരെയും പിരിച്ചു വിട്ടിട്ട് പോലീസുകാർ പോകുമ്പോൾ വാമദേവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, നിന്നെ ആരെ കാണാൻ വന്നത് ചോദിക്കും. എന്നെ കാണാൻ വന്നത് എൻ്റെ അമ്മയാണ്, ആ കംപ്ലീറ്റ് സ്വത്തും നിൻ്റെ അനന്തരവന് കൊടുത്തു, ഇനി ഞങ്ങൾക്കൊന്നുമില്ല, ഇനി എൻ്റെ വീടും പറമ്പും വിറ്റാലും കേസ് നടത്തിയാലും ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാതാവും, എൻ്റെ മോൾക്കും ഇനി ഒന്നും ഇല്ലാതാവും, ആകെ ഉണ്ടായിരുന്ന സ്വത്താണ് അത് നിൻ്റെ അനന്തരവൻ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ വാമദേവൻ പറയും, ആ സാരമില്ല, നിൻ്റെ മരുമോനല്ലേ കൊണ്ടുപോയിരിക്കുന്നത്, പിന്നെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ പ്രതാപന്. നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഈ കുടുംബം തകർന്നത് എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നീ കാരണമാണ്. കാരണം എന്താണെന്നറിയോ, നീ 20 കൊല്ലം മുമ്പുള്ള കേസായിരുന്നു, നീ അന്നത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, നീ ഇനിയിപ്പോൾ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ഇറങ്ങിയാലും അങ്ങോട്ടേക്കൊന്നും പോകരുത്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ നിന്നെ വെറുതെ വിടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാമദേവനും പ്രതാപനും കൂടി ഇനി എന്ത് ചെയ്യാം, വരുന്നത് നമുക്ക് അനുഭവിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വിഷമത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദുർഗ അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്യായിരിക്കും കേട്ടോ. ആ സമയത്ത് തന്നെ കരുണ അങ്ങോട്ടേക്ക് വരികയാണ്. കരുണ അങ്ങോട്ടേക്ക് വന്നിട്ട്, അമ്മയെ ഞാൻ എന്തെങ്കിലും ചെയ്യണോ ചോദിക്കുക. അയ്യോ ദയവ് ചെയ്ത് നീ ഒന്നും ചെയ്യരുത് എന്ന് പറയണം കേട്ടോ. നിനക്ക് അങ്ങനെ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ നീ പുറത്ത് പോയി അല്ലെങ്കിൽ അകത്ത് തൂത്ത് തുടക്കി, അല്ലാതെ നീ ഒന്നും ചെയ്യണ്ട എന്ന് പറയണ്. നിന്നെ എനിക്ക് വിശ്വാസമില്ല പറയണ് കേട്ടോ. അതേസമയം ഞാൻ എൻ്റെ കണ്ണനെ എങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അറിയോ നിനക്ക്? അവനെ ഞാനൊരു രണ്ടാനമ്മയായിരുന്നില്ല, സ്വന്തം അമ്മയായിരുന്നു. അതേപോലെ എൻ്റെ മോന് വേണ്ട ഭക്ഷണങ്ങളും എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എൻ്റെ മോള് ശരി ചെയ്തു, അവൾ മേഘനാഥനെ ഒഴിവാക്കിയിട്ട് സാഗര കല്യാണം കഴിച്ചു. അതുപോലെ കണ്ണനും മഹിയാണ് ശരി എന്നറിഞ്ഞ് അവൾ അവരുടെ കൂടെ പോയി. അതുപോലെ ഞാൻ വരാൻ വൈകി, ഞാനത് തിരിച്ചറിയാൻ ഒരുപാട് വൈകി. ഞാൻ നിന്നെയും ഉണ്ണിനെയും സ്നേഹിച്ചു, പക്ഷേ ഇനി അതൊരിക്കലും നടക്കില്ല. എനിക്ക് എൻ്റെ മോനെ സ്നേഹിക്കണം, അവനെ ഞാൻ പഴയ അമ്മയാവണം എന്നെല്ലാം പറയണം കേട്ടോ. അതെല്ലാം കേൾക്കുമ്പോൾ കരുണയ്ക്ക് ആകെ മൊത്തം എന്തോ പോലെ തോന്നുന്നു കേട്ടോ. നീ പൊക്കോ, ഞാൻ എൻ്റെ മോനെ ഭക്ഷണം വിളമ്പട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ദുർഗ കംപ്ലീറ്റ് ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. വിളമ്പി കൊടുത്തിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, മോനെ വന്ന് ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ഭക്ഷണം വിളമ്പിയിട്ട് കണ്ണൻ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, എന്നെ നിനക്ക് സംശയമായിരിക്കില്ലേ, ഞാൻ ഈ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ദുർഗ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്മ കഴിക്കണ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മ മരിച്ചപ്പോഴും എനിക്ക് ഒരു അമ്മ പോയതിൻ്റെ വിഷമം അറിയാതെ അമ്മ നോക്കിയതായിരുന്നു. പക്ഷേ അച്ഛൻ മരിച്ചപ്പോഴാണ് അമ്മയുടെ സ്വഭാവങ്ങളൊക്കെ മാറിയത് എന്നിങ്ങനെ പറയണേ കേട്ടോ. അതുകൊണ്ട് ദുർഗ പറയുന്നുണ്ട്, ഒരിക്കലും എൻ്റെ സ്വഭാവം ഇനി മാറില്ല മോനെ, നീ എൻ്റെ സ്വന്തം മോനാണ് എന്ന് ദുർഗ പറയുന്നുണ്ട്. അതേസമയം എന്നെ ഒരിക്കലും മഹാലക്ഷ്മിയും ലേഖയും അവരാരും വിശ്വസിക്കില്ല, ഞാൻ എന്ത് ചെയ്താലും ഇനി അവർ വിശ്വസിക്കുകയും ചെയ്യില്ല എന്ന് കണ്ണനോട് ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതേ കരുണ ഇവർ ഭക്ഷണം കഴിച്ചതെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ കരുണ ഇങ്ങനെ നോക്കി വരികയാണ്, രൂക്ഷമായ ഭാവത്തോടു കൂടി കണ്ണനെ നോക്കുകയാണ് കേട്ടോ. പക്ഷേ കരുണയുടെ മനസ്സിലൊരു വിഷപ്പക നീറ്റി തുടങ്ങിയിട്ടുണ്ട്. കരുണനെ അടുത്ത നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.